ഹായ് ഡിയേഴ്സ്, ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയിലെ MA ഇംഗ്ലീഷിൻ്റെ മീഡിയ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ എയിൽ വരുന്നത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂസ് ഏജൻസീസ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ന്യൂസ് ഏജൻസീസ് കളക്ട്, വെരിഫൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ന്യൂസ് to newspapers, television channels, radio and online media. They provide news quickly from different parts of the world. ന്യൂസ് ഏജൻസി എന്ന് പറഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വാർത്തകളൊക്കെ ശേഖരിച്ച് പരിശോധിച്ച് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ TV, റേഡിയോ, ഓൺലൈൻ മീഡിയ തുടങ്ങിയവയ്ക്ക് നൽകുന്ന സ്ഥാപനത്തിനാണ് ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ന്യൂസ് ഏജൻസീസ് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ നോയ്സ്. നോയ്സ് ഈസ് any disturbance that interferes with the transmission or understanding of a message during communication. കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ സന്ദേശം ശരിയായി അയക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ തടസ്സപ്പെടുത്തുന്ന ഏതൊരു ഘടകവും നോയ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അത് ശരിയായി അയക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ എന്തെങ്കിലും തടസ്സം വരാമെന്ന് വിചാരിക്കാം. അത് എന്ത് തടസ്സം വരാണെങ്കിലും ആ ഒരു ഘടകത്തിന് നോയ്സ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശബ്ദം കൂടുതലുള്ള സ്ഥലത്ത് ഒരാൾ സംസാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹാർഡ് ന്യൂസ്? Hard news refers to important and timely news about politics, accidents, crime, economy, government and other serious events. It is usually presented in direct and factual manner. Hard news എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അല്ലെങ്കിൽ അപകടം, കുറ്റകൃത്യം, സാമ്പത്തികം, സർക്കാർ തീരുമാനങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ടവും അടിയന്തരവുമായ വാർത്തകൾക്കാണ് ഹാർഡ് ന്യൂസ് എന്ന് പറയുന്നത്. Next question, differentiate between kicker and deck in feature writing. Kicker is a short introductory phrase or line placed above the main headline. A deck is a short explanatory line placed below the headline to give additional information. Kicker എന്ന് പറഞ്ഞാൽ മെയിൻ ഹെഡ്ലൈനിന് മുകളിൽ വരുന്ന ചെറിയ ഒരു ഇൻട്രൊഡക്ടറി ലൈൻ ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ കിക്കർ എന്ന് പറയുന്നത്. ഡെക്ക് എന്നാൽ മെയിൻ ഹെഡ്ലൈനിൻ്റെ താഴെ വരുന്ന ചെറിയൊരു എക്സ്പ്ലനേഷൻ, അതിനാണ് ഡെക്ക് എന്ന് പറയുന്നത്. ഹെഡ്ലൈനിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ് ഡെക്ക്. വാട്ട് ഈസ് മെൻ ബൈ ന്യൂസ് ഗാദറിംഗ് ടെക്നിക്സ്? ന്യൂസ് ഗാദറിംഗ് ടെക്നിക്സ് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ജേർണലിസ്റ്റ് to collect information for a news story. They include interviews, observations, research, press conference and official sources. ജേർണലിസ്റ്റ് വാർത്തകൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന രീതികളെയാണ് നമ്മൾ ന്യൂസ് ഗാദറിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, റിസർച്ച്, പ്രസ് കോൺഫറൻസ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഓർ സോഴ്സസ്. Give any 2 forms of intrapersonal communication with sufficient examples. 2 forms of intrapersonal communication are self-talk and reflection. For example, a person talking silently to himself before an interview or thinking about past decisions in intrapersonal communication. ഒരു വ്യക്തി സ്വയം തന്നോട് നടത്തുന്ന ആശയവിനിമയമാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സെൽഫ് ടോക്ക്, റിഫ്ലക്ഷൻ എന്നിവ 2 രൂപങ്ങളാണ്. എക്സാമ്പിൾ, ഇൻ്റർവ്യൂവിന് മുമ്പ് ഐ ക്യാൻ ഡു ദിസ് എന്ന് മനസ്സിൽ പറയുന്നത്. ലിസ്റ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ഹൗ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹാവ് ആംപ്ലിഫൈഡ് ദ റീച്ച് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ലൈവ് ബ്രോഡ്കാസ്റ്റ്. Social media increases the reach of live broadcast through live streaming and instant sharing. Viewers can also comment, react, repost and participate in real-time discussion. സോഷ്യൽ മീഡിയ ലൈവ് ബ്രോഡ്കാസ്റ്റിൻ്റെ റീച്ച് വർദ്ധിപ്പിക്കുന്ന 2 രീതികൾ ലൈവ് സ്ട്രീമിംഗ്, ഇൻസ്റ്റൻറ്റ് ഷെയറിംഗ് ആൻഡ് ഇൻട്രാക്ഷൻ. ആളുകൾ ലൈവായി കണ്ടന്റ് ഷെയർ ചെയ്യുകയും
ചെയ്യുകയും കമൻറ്റ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുകയും ചെയ്യും. How is a news headline different from a comment headline? A news headline mainly summarizes the content of a news story. A comment headline directly instructs or urges the reader to do something. ന്യൂസ് ഹെഡ്ലൈൻ എന്നാൽ വാർത്തയുടെ പ്രധാന ആശയം ചുരുക്കി പറയുന്നത്. കമാൻഡ് ഹെഡ്ലൈൻ എന്നാൽ വായനക്കാരോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്. എക്സാമ്പിൾ, ന്യൂസ് ഹെഡ്ലൈനേഴ്സ് ഹെവി റെയിൻ ഹിറ്റ്സ് കേരള. കമാൻഡ് ഹെഡ്ലൈൻ എക്സാമ്പിൾസ് സേവ് വാട്ടർ ടുഡേ. നെക്സ്റ്റ് സെക്ഷൻ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഹൗ ഹാസ് സ്റ്റോറി ബോർഡിംഗ് എൻവോൾവ്ഡ് beyond pencil and paper in the digital age? Traditionally, storyboards were created using pencil and paper. In the digital age, storyboards are created using computer software, tablets, and specialized digital tools. Digital storyboarding allows creators to add colors, camera movements, sound, animation, and transitions. Scenes can easily be edited, rearranged, and shared with the production team. Digital storyboards save time and improve visual planning. പണ്ട് കാലത്ത് സ്റ്റോറി ബോർഡ് പെൻസിൽ ആൻഡ് പേപ്പർ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഡിജിറ്റൽ ഏജ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ടാബ്ലറ്റ്സ്, ഡിജിറ്റൽ ഡ്രോയിങ് ടൂൾസ് എന്നിവ ഉപയോഗിക്കുന്നു. കളർ, ക്യാമറ, മൂവ്മെൻറ്റ്, ആനിമേഷൻ, സൗണ്ട് എന്നിവ പ്ലാൻ ചെയ്യാനും സീൻസ് എളുപ്പത്തിൽ മാറ്റാനും പ്രൊഡക്ഷൻ ടീമായി ഷെയർ ചെയ്യാനും ഇതിലൂടെ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സം ഓഫ് ദ മോസ്റ്റ് കോമൺ റേഡിയോ ഫോർമാറ്റ്സ്. Radio programs are presented in different formats according to their purpose and audience. Common formats include news format, talk show, music program, documentary, and phone-in program. These formats can be suitable for information, education, and entertainment. News format: വാർത്തകൾ, ടോക്ക് ഷോ, ചർച്ചകൾ, ഇൻ്റർവ്യൂസ്, ഇതെല്ലാം അതായത് പാട്ടുകളും സംഗീതവും, ഡോക്യുമെൻ്ററി അതായത് ഒരു വിഷയത്തെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നത്, ഫോണിൻ പ്രോഗ്രാം അഥവാ ലിസണേഴ്സിന് നേരിട്ട് പങ്കെടുക്കാം. 11th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റൂൾ ഓഫ് തേർഡ് ഇൻ ഷോർട്ട് കോമ്പോസിഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. The rule of thirds is a basic principle of visual composition. The frame is divided into 9 equal sections by 2 horizontal and 2 vertical lines. Important subjects are placed along these lines or at their intersections. For example, a person near a beach can be placed on one side of the frame while the remaining space show the sea and sky. Rule of thirds ഷോർട്ട് കോമ്പോസിഷനിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഫ്രെയിമിനെ 2 ഹൊറിസോണ്ടൽ ലൈൻസ് 2 വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിച്ച് 9 ഈക്വൽ പാർട്സായി വിഭജിക്കുക. പ്രധാന സബ്ജക്റ്റിനെ ലൈൻസിൻ്റെ മുകളിലോ ഇൻ്റർസെക്ഷനിലോ വെക്കുന്നു. ഇത് ഷോർട്ടിനെ ബാലൻസ്ഡ് ആൻഡ് അട്രാക്റ്റീവ് ആക്കുന്നു. 11 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്.